ഷിബു ബേബി ജോൺ RSPയുടെ മന്ത്രിയാകും. ഷിബു ബേബി ജോണിനെ RSP പാർലമെന്ററി പാർട്ടി നേതാവായി പ്രഖ്യാപിച്ചു. വകുപ്പ് വിഭജനം സംബന്ധിച്ച് UDF തീരുമാനമെടുക്കുമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. വകുപ്പ് തീർച്ചയായിട്ടും UDF ലീഡർഷിപ്പ് പക്വതയോടുകൂടി ഓരോ കക്ഷിക്ക് അർഹതപ്പെട്ടതനുസരിച്ച് അവിടെ വീതിക്കപ്പെടും. ഒരു കാര്യം ഞാൻ പറയാം, ഇനിയും അങ്ങോട്ട് പോകേണ്ട ഭരണം സ്വാതന്ത്ര്യാനന്ദ ഭാരതത്തിൽ ഇതുവരെ പിന്തുടർന്ന ശൈലിയിലല്ല. ഇന്ന് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ചുള്ള നയരൂപീകരണത്തോടുകൂടി അതിവേഗത്തിൽ ലോകരാഷ്ട്രങ്ങളോടൊപ്പം കുതിക്കത്തക്ക നിലയിലേക്കുള്ള ഭരണം പോകണം. നമ്മൾ ഈ കേരളത്തിന്റെ പൊതുജനം ഞങ്ങളെ ഇങ്ങോട്ട് വിജയിപ്പിച്ചിട്ട് അവരുടെ മുമ്പിൽ അപഹാസ്യമാകുന്ന നിലയിലേക്കുള്ള അവകാശവാദങ്ങളുമായി ഇറങ്ങി തിരിച്ചാൽ ഞങ്ങളുടെ പ്രതിച്ഛായക്കല്ലേ അത് മംഗളൂരു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഞങ്ങൾ സിജോ വി ജോൺ വിവരണം നൽകും. സിജോ, മുൻപ് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ഷിബു ബേബി ജോൺ. വീണ്ടും അതേ വകുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ടോ അദ്ദേഹം? ആ വകുപ്പോ അതിനേക്കാൾ മികച്ച വകുപ്പോ ഏതെങ്കിലുമൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം മുൻവർഷത്തേക്കാൾ വലിയ ഒരു പ്രാതിനിധ്യമാണ് ഇത്തവണ RSPക്ക് ഉള്ളത്. 5 പേർ മത്സരിച്ചു. ഒരാൾ പയ്യന്നൂരിൽ RSPയുടെ സീറ്റ് വിട്ടു നൽകുകയാണ് ചെയ്തിരുന്നത്. ആ സീറ്റിലും ഉജ്ജ്വലമായ വിജയം നേടാൻ സാധിച്ചു. മറ്റ് 3 പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ തന്നെ വിജയിച്ചു വന്നു. അങ്ങനെ 5-ൽ 4 പേരെ വിജയിപ്പിച്ചെടുക്കാനായി. പക്ഷേ എങ്കിൽ പോലും UDF ഇത്തവണ 104 പേർ ജയിച്ച സാഹചര്യത്തിൽ അധികം മന്ത്രിമാരെയൊന്നും അവകാശപ്പെടാനില്ല. ഒരാൾ മാത്രമായിരിക്കും മന്ത്രി അവകാശപ്പെടുക. എന്തായാലും സ്വാഭാവികമായും ഷിബു ബേബി ജോൺ തന്നെ ഇത്തവണ മന്ത്രിയായി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അക്കാര്യം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേ ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാധ്യമങ്ങളിലൂടെ ചില വാർത്തകൾ വന്നു. അക്കാര്യങ്ങളെല്ലാം വാസ്തവവിരുദ്ധമാണ്. തങ്ങൾ ആ കാര്യങ്ങൾ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതാണ് പറയുന്നത്. പക്ഷേ ഒരു മന്ത്രിസ്ഥാനം എങ്കിൽ മാത്രമാണെങ്കിൽ പോലും ഇനി ബോർഡ് കോർപ്പറേഷൻ ഒക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രാതിനിധ്യം ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം സ്വാഭാവികമായും UDF നേതൃത്വത്തെ അറിയിക്കും. അക്കാര്യത്തിൽ ഒരു അർഹമായ പരിഗണന കിട്ടും എന്നൊരു പ്രതീക്ഷയാണ് RSP നേതൃത്വം പങ്കുവെക്കുകയും ചെയ്യുന്നത്. ശരി സിജോ.